ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ്ടോ ഞാൻ ഉച്ചയ്ക്ക് തന്നെ ചപ്പാത്തി ഉണ്ടാക്കിയതാണ് കേട്ടോ. നല്ല ചപ്പാത്തിയാണ്. കുറച്ച് വലുപ്പമുണ്ട്, കുറച്ച് കട്ടിയുണ്ട് കേട്ടോ. കുറച്ചുള്ള ഒരു അളവിന് കട്ടിയുള്ളൂ. പിന്നെ ഇത് കടല വേകാൻ വെച്ചതാണ്. എന്നിട്ട് ഞാൻ 2 വാഴല മുറിച്ചിട്ട് തീയിൽ വെച്ച് വാട്ടി കേട്ടോ. എന്തിനാണെന്ന് അറിയണ്ടേ, ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള DYFIക്കാരില്ലേ, അവർ ഇന്ന് വൈകുന്നേരം പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പൊതിച്ചോറ് കൊടുക്കുന്നുണ്ട്. പൊതിച്ചോറ് മീൻസ് വൈകുന്നേരത്തെ ഭക്ഷണമാണ്. അതെന്തായാലും കുഴപ്പമില്ല. അപ്പോൾ പറ്റുന്ന പോലെ പൊതിച്ചോറ് എടുത്തിട്ട് തരിക. അപ്പോൾ അതെന്തായാലും വിഷയമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, എനിക്ക് പറ്റുന്ന പോലെ ഞാൻ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയത് ചപ്പാത്തിയാണ്. അപ്പോൾ രാവിലെ 10 മണിക്കാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കി, കടലക്കറി ഉണ്ടാക്കി. നല്ല ചുവന്ന കടലയാണ് കേട്ടോ. പറഞ്ഞത് അപ്പം തന്നെ ഞാൻ വെള്ളത്തിലിട്ടതാണ് രാവിലെ. എന്നിട്ട് അവർ 3 മണിക്ക് തരണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഞാൻ വേഗം കടലക്കറി ഉണ്ടാക്കി, ചപ്പാത്തി ഉണ്ടാക്കി. ഇതാണ്ടോ ഞാൻ കവറിലൊക്കെ, കാരണം നമ്മൾ പഞ്ചസാര മേടിച്ചുകൊണ്ട് വരുന്ന കവറിൽ, എനിക്ക് വലിയ പൊതിഞ്ഞിട്ടുള്ളൊരു ശീലമൊന്നുമില്ല, പക്ഷെ ഞാനെങ്കിലും അറിയുന്ന പോലെയൊക്കെ ചെയ്തു. ഇതാണ്ടോ കുറച്ച് കറിയാക്കി, എന്നിട്ട് അതിനെ ഞാൻ കെട്ടി. എന്നിട്ട് ഞാൻ ഇലയൊക്കെ വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഇലയിൽ ചപ്പാത്തിയാക്കി ഈ കറി അതിനോട് അകത്തേക്ക് വെച്ചു കേട്ടോ. നമ്മളെ കൊണ്ടാവുന്ന പോലെ ചെറിയൊരു സഹായം, ഒരു നേരത്തെ ഭക്ഷണം, അത് പറ്റുന്ന പോലെ ചെയ്തു കൊടുക്കാമെന്ന് മനസ്സിൽ തോന്നി. അപ്പോൾ ഞാനത് ചെയ്തതാണ്. ഞാൻ ചപ്പാത്തി കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയം വരെ രുദ്രു ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് രുദ്രു എണീറ്റത് കേട്ടോ. അപ്പോൾ അവനൊരു ചപ്പാത്തി മുറിച്ച് പ്ലേറ്റിലിട്ട് TV ഇട്ട് കൊടുത്തപ്പോൾ അവൻ ആ ശ്രദ്ധയിൽ അങ്ങോട്ട് തിരിഞ്ഞു നിന്നു. അപ്പോൾ പിന്നെ എൻ്റെ ബാക്കിയുള്ള പണികൾ എളുപ്പമായി ഉണ്ടാവും. പൊതിയാൻ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, പക്ഷേ എങ്കിലും ഞാൻ വലിയൊരു പേപ്പർ എടുത്തു, കാരണം തുറന്ന് പോവരുതല്ലോ. അപ്പോൾ എല്ലാത്തിനെയും കൂടി ഒന്ന് ചുരുട്ടി മടക്കി, പിന്നെ ഒരു റബ്ബർ ബാൻഡ് ഇട്ടു. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അത് തുറന്ന് പോവില്ലെന്നൊരു വിശ്വാസത്തിൽ കൊടുത്തു അവരുടെ കയ്യിൽ. കാരണം എനിക്ക് കറക്റ്റായിട്ട് പൊതിയാനുള്ളൊരു വശമില്ല, എങ്കിലും തുറന്ന് പോവില്ല, ഒരാൾക്ക് ഒരു പൊതി, അങ്ങനെയാണ് അവരുടെ കണക്ക്. അപ്പം എനിക്കറിയും പോലെ ഞാൻ എൻ്റെ രീതിയിൽ കറിയും വെച്ചു. ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി 3 പൊതി കൊടുത്തു. 3 പേർക്കുള്ള ഭക്ഷണമായില്ലേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബായ്. നിങ്ങൾക്കും പറ്റുന്ന പോലെ സഹായിക്കുക കേട്ടോ. ചപ്പാത്തി പൊതിഞ്ഞു കഴിഞ്ഞു. അതിനുശേഷം ഞങ്ങൾ മരം മുറിക്കാൻ വീടിൻ്റെ പുറകിലൊരു മരം മുറിക്കുണ്ടായിരുന്നേ. അപ്പോൾ അത് കാണാൻ പോകും.